എന്തായി ചെയ്തത്? നല്ല പ്രാവായിരുന്നു, അതിനെ കൊന്നു. മോളെ, വേട്ടയാടലൊരു കൊലക്കളി തന്നെയാണ്. ഇരകൾ പടഞ്ഞു വീഴുമ്പോ വേട്ടക്കാരന്റെ സംതൃപ്തി നിനക്കറിയില്ല. അതിന് പ്രാവിനെ മാത്രം കിട്ടിയുള്ളൂ കൊല്ലാൻ. പാവം. ചാവുന്ന ജീവി എന്തെന്ന് വേട്ടക്കാരൻ അറിയണ്ട. അവൻ സിംഹത്തിനെയും കൊല്ലും, അല്ലെങ്കിൽ അത് അവനെ കൊന്നതില്ല. അവൻ മാൻപേടയെ കൊല്ലും, അവനതില്ല. പ്രാവിറച്ചി നല്ല സ്മൂത്താണ്, വെരി ടേസ്റ്റി.
കോളേജിൽ നിന്ന് വരുമ്പോ എനിക്ക് 5 സ്റ്റാർ വാങ്ങിക്കൊണ്ടുവരണം. എനിക്കറിയാം നീ വാങ്ങിക്കൊണ്ട് വരില്ല. കള്ളി. കുറുപ്പമ്മോനും ഡാഡിയും നീയും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. എന്നോട് ആർക്കും സ്നേഹമില്ല. ചേച്ചി എന്നെ വിളിക്കണ്ട. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ വരുമ്പോ 5 സ്റ്റാർ വാങ്ങിക്കൊണ്ട് വരാം. കൊണ്ടുവരുവോ? സത്യം? സത്യം. നല്ല അനുജത്തി. സഹാക്കളെ, ഈ അടിയന്തര യോഗത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം. ഓണം വന്നു. ഇപ്പോൾ നാട് നീളെ ബോണസിന് വേണ്ടിയുള്ള സമരമാണ്. ഇവിടെ കൃഷിഭൂമിയുടെ ഉടമസ്ഥർ കൂടുതലും വ്യവസായ പ്രമുഖരും ഉദ്യോഗസ്ഥന്മാരുമാണ്. അവരുടെ സമ്പാദ്യ സമരങ്ങൾക്ക് ഇന്നിവിടെ വിലയുണ്ട്. കാരണം അവർ സംഘടിതരാണ്. എന്നാൽ പണിയെടുത്തും പട്ടിണി കിടക്കുന്ന നമുക്ക് പണിമുടക്കൊരു നഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ മുതലെടുപ്പാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാത്രമല്ല, നമ്മുടെ പണിമുടക്കിൽ നഷ്ടമുണ്ടാകുന്നത് നമ്മുടെ അധ്വാനമാണ്. അതുകൊണ്ട് ഈ വിളവെടുപ്പ് നമുക്ക് സമരകാലമല്ല, മറിച്ച് അടുത്ത വിളവിറക്ക് നമ്മുടെ സമരമായിരിക്കണം. ഇത് നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനും ഞാൻ വിടുന്നു. തീരുമാനങ്ങൾ എടുക്കാനും കൈയടിച്ച് പാസ്സാക്കാനും ആർക്കും കഴിയും. പക്ഷെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള സാമർഥ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ശത്രുക്കൾ സാധാരണക്കാരല്ല. പാവങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന സർക്കാർ, പൊങ്ങച്ചത്തിന് വേണ്ടി സോഷ്യലിസം പറയുന്ന രാഷ്ട്രീയക്കാർ, സമരം തൊഴിലാക്കിയ കൂലിക്കാർ, ഇവരെല്ലാം നേരിടാനുള്ള കഴിവാണ് നമ്മൾ ആർജിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ UP പറയുന്നത്? എന്തും ചെയ്യണമെന്ന്. പണ്ട് പണമുള്ളവൻ അത് ഇല്ലാതാവുമ്പോഴാണ് പാപ്പരാവുന്നത്. എന്നാൽ ഇന്ന് പണം ഉണ്ടാക്കാനാണ് പാപ്പരാവുന്നത്. നമുക്ക് തൊഴിലാളികളെ പറ്റി പറയാം, പാവപ്പെട്ടവരെ പറ്റിയും പറയാം. വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്താൽ തേങ്ങാക്ക് വില ഇടിയുമെന്ന് പറയണം. പഞ്ചസാരയ്ക്ക് വിലയിടിഞ്ഞാൽ വകുപ്പ് മന്ത്രി അഴിമതി കാട്ടി എന്ന് പ്രചരിപ്പിക്കണം. നമ്മുടെ സാധനങ്ങൾ ഗോഡൌണിൽ അടച്ച് തൊഴിലാളികൾക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് സമരം ചെയ്യിക്കണം. ഇതൊന്നും വിജയിച്ചില്ലെങ്കിൽ വാർഷിക സമ്മേളനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും പേരിൽ ലക്ഷങ്ങളുടെ ഡൊണേഷൻ വരുന്ന രാഷ്ട്രീയക്കാരില്ലേ, അവരുടെ മുമ്പിൽ കണ്ണടക്കണം. സിസിലി, നിന്റെ ചേട്ടൻ അവിടെ പോയി? ചേട്ടൻ രാവിലെ പോയതാ. ഇന്ന് യൂണിയൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞാ മതിയോ? വരണ്ടേ? കോറം തയ്ക്കാൻ ബാക്കിയുള്ളവൻ കിടന്ന് ഓടണം. യൂണിയനും നേതാവൊക്കെ ആയി നടന്നാ മതിയോ? പിന്നെ വയസ്സോറിയായി. മനസ്സിലായി. നിന്നെ കെട്ടിക്കൊണ്ടു പോകണം, അത്രയല്ലേ ഉള്ളൂ. ജോലി കിട്ടട്ടെ മോളെ. വരട്ടെ. യെസ്, മേനോൻ സ്പീക്കിംഗ്. എന്ത് പുറപ്പെട്ടുണ്ടെന്നോ? മിനിസ്റ്റർ ഒബ്ജക്ട് ചെയ്തില്ലേ? ഓഹോ, ശരി. ചായ ഗീത എവിടെ? ഇവിടെ എവിടെയും ഇരുന്ന് കളിക്കുന്നുണ്ടാവും. എവിടെ പോകാനോ? ഇതാ വന്നല്ലോ. ഈ കൊച്ചിനിങ്ങനെ വിട്ടാൽ മതിയോ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ? ഞാൻ അമേരിക്കയിലുള്ള ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്രയ്ക്കൊന്നും പോണ്ട. സ്ഥിരമായ എന്തെങ്കിലും വ്യായാമം ഉണ്ടായാൽ മതി. എന്നാൽ അവളെ ദിവസം മുഴുവൻ ഓടിക്കും. അച്ഛാ, ഈ അമ്മാവൻ എനിക്ക് 5 സ്റ്റാർ വാങ്ങിച്ചു തരാനും പറഞ്ഞ് പറ്റിച്ചു. മോള് കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ മിഠായി എന്ന്. പെൺകുട്ടികളെ നൃത്തം പഠിപ്പിച്ചാൽ ബുദ്ധി വികസിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതും പരീക്ഷിക്കാം. കുറിപ്പ് അതിനുവേണ്ടി ഏർപ്പാട് ചെയ്യും. പത്രത്തിലൊരു പരസ്യം കൊടുക്കുക തന്നെ. അച്ഛാ, അമ്മാവൻ അറിയാതെ എനിക്ക് മുട്ടായി വാങ്ങി തരുമോ? നോക്കെല്ലാം വാങ്ങിച്ചു തരാം. നല്ല അച്ഛൻ. ആരാ? ജോലിയാണ് ശരി, TVS 50 ആണ് ശരി. ഒരു വീട്ടിൽ കയറി വന്നാൽ ചില സാമാന്യ മര്യാദകളൊക്കെ കേട്ടോ. കാലം നേരത്തെ കൂടോ ശരിയാട്ടോ. പേരെന്താ? അപ്പോ സംസാരിക്കാൻ അറിയാത്ത ജാതിയാണല്ലേ? എന്റെ നാവും നിർത്തം. അതിപ്പോ ഞാൻ കണ്ടേ.
ഇവിടെ ഒരു മാസ്റ്റർ വേണമെന്ന് പത്രത്തിൽ പരസ്യം കണ്ടു. കുട്ടിയൊന്ന് കാണണമായിരുന്നു. അത് നിയമനം കിട്ടിയിട്ട് പോരെ? അപ്പൊ നിയമിച്ചില്ലേ? ഓ, തനിക്ക് എന്തെല്ലാം കുന്തം കളികൾ അറിയാം. ഭരതനാട്യം, മോഹിനിയാട്ടം, ഡിസ്കോ, കുച്ചിപ്പുടി. കച്ചേരിപ്പടിയോ? കുച്ചിപ്പുടി മതി. അത് തന്നെ കണ്ടറിയ ഒരുപാട് പടികൾ കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ. തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്താ തെറ്റിപ്പോയ തന്നെ അങ്ങോട്ട് വന്നട്ടെ. കൈവിട് കൈവിട്. അത് വേണ്ട. അയ്യോടാ കുട്ടി കണ്ട് ഞാൻ കാണാം. ആന എങ്ങോട്ടുള്ള ചിറ്റി തെറിച്ച് കയറണം. എന്താ സിനിമത്തിയല്ല മാഷ താൻ എങ്ങോട്ടാണ് നോക്കുന്നത്? കുട്ടി ലഡു താൻ ആദ്യമായിട്ട് കടന്ന് മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഡാൻസ് മാഷ. മാഷേ താതി പഞ്ഞ പോയി. പിന്നെ മുഹൂർത്തം നോക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ശരി, അപ്പൊ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോളൂ. അത് മാഷ തുടങ്ങിക്കോളൂ. വാ വാ. എങ്ങനെ? അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തൊട്ടും പിടിച്ചുള്ള കളിയൊന്നും വേണ്ടട്ടാ. വിട്ടു അങ്ങോട്ട് പഠിച്ചോളൂ. വിട്ടു പഠിപ്പിച്ചോ. അല്ല, മാറി എന്ന് മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ലെന്ന്. അങ്ങനെ മതി. അപ്പോ ഇങ്ങനെ കൈകൾ ഇങ്ങനെ. പോയില്ലേ? തുടങ്ങിക്കോളൂ. മോള് പഠിച്ചോളൂ കേട്ടോ. കുറുപ്പമോഹൻ ഇവിടെ ഉണ്ട്. അമ്മ പൊയ്ക്കോന്നേ. അയ്യോ, ഇയാൾ സംശയരോഗിയോ? ഞാനും ഇത് ഒന്നുമില്ല പൊയ്ക്കോന്നേ. എന്താണ്? വൺ ടു ത്രീ ഫോർ നാഗുടജം തരി തജ്ജനുജം തരികിടതകു തരികിടതലാംഗജം തത്രിഗജം 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 തദ്ദിമി തഗദജ്ജനു തഗദദ്ദിമി തഗദജ്ജനു ആഹദദ്ദിമി ആഹദജ്ജനു ആഹദദ്ദിമി ആഹ. ഇടത്തെ കാലം സ്വല്പം കൂടി പോന്നു. ഇടത്തെ കാലം സ്വല്പം കൂടി പോന്നിട്ട് മോലും മേലോട്ട് വന്നിട്ട് കുറച്ചുകൂടി പൊന്നിക്കേ. അങ്ങനെ മതി 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 മതി. ഓ, കയ്യല്ല എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ നല്ലത്. ഇതിങ്ങനെ പിടിക്കൂട്ടി ഇങ്ങനെ വളഞ്ഞു വരട്ടെ. ഇതങ്ങനെ. വെരി ഗുഡ്. ഈ സ്വല്പം കൂടി ഇവിടെ നീരാണ്ട് കേട്ടോ. കള്ളി എല്ലാം അറിയാം, നമ്മളെ പഠിപ്പിക്കുക ചെയ്തോട്ടെ. ഇനി കഥക് നൃത്തത്തിന്റെ ബോൾസാണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. മനസ്സിലായില്ലേ? ഇനി ഭരതനാട്യത്തിന്റെ തോടി രാഗത്തിലുള്ള സംഗീതമാണ്, അത് ആസ്വദിച്ച് ചെയ്യണം. മനസ്സിലായോ? സഖിയേ ജാലം ചെയ്യാമൽ സ്വാമിയേ വര ചൊല്ലടി പോടി സഖിയേ. കോപം എന്തിനടി പൊൻകുടമേ തുളുമ്പാതെ വെറുതെ ഗുണശീലേ നിനക്ക് കോപം എന്തിനടി ഗീതേ നിനക്ക് കോപം എന്തിനടി.
കടലിലായി എറിയുകില്ല. ചാടേവാ ഈ വലിയ കുണ്ടും ഈ കുഴിയും ഒരുപോലെ നമ്മളെ തേടുമ്പോൾ ഏണിയേറേവാ മുള്ളുവേലി ചാടേവാ. ഉണർന്നുകൊണ്ടിങ്ങനെ നമ്മൾക്ക് ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാം. കെട്ടി ഉണർന്നുകൊണ്ടിങ്ങനെ നമ്മൾക്ക് ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാം. നടികളിൽ സിൽക്കിനെ പോലുള്ള ഗീതേ വാക്കു തരൂ, ഒരു ചാൻസ് തരൂ. അടുത്ത ജന്മം അമിതാഭച്ചനായി അവതരിക്കേണം. അന്നു വന്ന നായികയായി നീ അഭിനയിക്കേണം. നിന്നെ തുടരും അംജദ് ഖാനുമായി ഏറ്റുമുട്ടേണം. പിന്നെ നിന്നെ കുതിരയിലേറ്റി ഡുവറ്റു പാടേണം. ഓ മേരി പ്യാരി ഗീത തൂ മേരി പ്രാണ സംഗീത. ओ मेरी प्यारी गीता तू मेरी प्राण संगीता. ചേട്ടാ, അമ്മാവൻ വന്നിട്ടുണ്ട്. എപ്പോ വന്നു? വൈകിട്ട് വന്നതാ. ചേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞിരിക്കുക. നോക്കിക്കോ, ഇന്ന് നല്ല വഴക്ക് കിട്ടും. നീ ബോഡി ഒന്ന്. ആ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു? എപ്പോഴേ കൊടുത്തു. അമ്മേ, നീ വന്നു മോനെ. അമ്മാവൻ കാത്തിരിക്കുക. ഓ, നിന്നെ ഒന്ന് കാണാൻ വലിയ പാടാണല്ലോടോ സഖാവേ. യൂണിയൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, നമ്മെ പോലുള്ളവർക്ക് ജീവിക്കാൻ ഈ വഴിയല്ല നല്ലത്. എന്റെ ജീവിതം പകർത്താൻ നോക്കണ്ട മോനെ. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ? അന്നൊരു മോഷണ കേസിനാണ് അമ്മാവൻ ജയിലിൽ പോയിരുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം സ്വാതന്ത്ര്യ സമര പെൻഷനെങ്കിലും കിട്ടുമായിരുന്നു. ആ, ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന് കരുതരുത്. നീ BA വരെ പഠിച്ചവനാണ്. രോഗിയായ അമ്മ, പ്രായപൂർത്തിയായ പെങ്ങൾ, നിന്റെ ഉത്തരവാദിത്വം. അതെനിക്കറിയാം അമ്മാവ. എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ കൂലിവേല ചെയ്തെങ്കിലും എന്റെ കുടുംബത്തെ ഞാൻ പോറ്റും. അത് നിന്റെ ഇഷ്ടം. പക്ഷേ ഇനിയും ഈ പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. കെട്ടിച്ചുവിടാൻ പണം വേണം. TTC പാസ്സായ ഇവൾക്ക് ഒരു ജോലി കിട്ടണമെങ്കിലും കൈക്കൂലി കൊടുക്കണ്ടേ അമ്മാവ? ആ, നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ തൊഴിൽ മന്ത്രി നാളെ TV-യിൽ വരുന്നുണ്ട്. അയാൾ പണ്ട് എനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുള്ളതാ. ഞാനൊരു എഴുത്തു തരാം. ഈ പെണ്ണിനെങ്കിലും ഒരു ജീവിതം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. ആ, നീ ഇവിടെയും കൂട്ടിക്കൊണ്ട് ചെന്ന് നാളെ മന്ത്രിയെ ഒന്ന് കാണൂ. അല്ല, ഇതുവരെ റെഡിയായില്ലേ? ഈ വേഷത്തിലാണോ മന്ത്രിയെ കാണാൻ പോകുന്നത്? ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇത് കൊടുത്തോണ്ട് വരൂ. ചെല്ലേ.
നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ജോണിച്ചായ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പറഞ്ഞേക്കാം. എന്നായാലും അവളീ വീട്ടിൽ വരേണ്ടവളല്ലേ മോനെ. അവളോട് ഇങ്ങനെയൊക്കെ പറയണോ? അതേ മച്ചി, ഈ ജോണിച്ചായന് എപ്പോഴും ഇങ്ങനെയാ. ഞാൻ റെഡി. അല്ല, സാരി എടുത്തപ്പോ ആളങ്ങ് മാറിപ്പോയല്ലോ. പോ ചേച്ചി, ആ ചേട്ടാ പോകാം. ഒന്ന് വേഗം പാടി, മിനിസ്റ്റർ ആകത്തോണെന്ന് തോന്നുന്നു. രാമനിലയത്തിലെ കാര്യം മേനോൻ ഓർക്കുന്നില്ലേ? പിന്നെ അത് മറക്കാൻ പറ്റുമോ? ആരാ? നമസ്കാരം സാർ. ഞങ്ങൾ സാറിനെ കാണാൻ വന്നതാ. ആ. നിങ്ങൾ മാസ്റ്ററുടെ അനന്തരവനാണല്ലേ? അതെ. മാസ്റ്റർക്ക് സുഖം തന്നെയാണോ? കുഴപ്പമൊന്നുമില്ല. വിയൂർ സെൻട്രൽ ജയിലിൽ മാസ്റ്ററും ഞാനും തടവുകാരായി കിടന്നിട്ടുണ്ട് 7 വർഷം. അദ്ദേഹത്തിന്റെ സ്റ്റഡി ക്ലാസ് ഒന്നുകൊണ്ടായിരുന്നു ദിവസങ്ങൾ തള്ളി നീക്കിയത്. എന്തൊരു ആവേശമായിരുന്നു. ആ, പുള്ളി ഇപ്പോഴും അവിവാഹിതം തന്നെ. അദ്ദേഹത്തിന്റെ ബന്ധുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്, അല്ലേ മിസ്റ്റർ വർഗീസ്? തീർച്ചയായും. യു ആർ കറക്റ്റ്. അതിരിക്കട്ടെ, കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സർ. മാസ്റ്ററുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അഴിമതിയെന്ന് ഏതവനോ പറയട്ടെ. അല്ല, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ലേ? അത് ഞാൻ ഉടനെ ഉണ്ടാക്കാം സർ. അതിനൊക്കെ സമയമെടുക്കും. ഇപ്പോൾ തന്നെ ജോലി ഏർപ്പാടാക്കാമെന്ന് കരുതിയതാ. സാരമില്ല, നിങ്ങൾ പോയി ഇവിടുത്തെ തഹസിൽദാരെ കാണും. ഓ, ഞാൻ വിളിച്ചു പറയാം. അതിനുവേണ്ടി ഇനി താമസിക്കണ്ട. എന്നാൽ ഞങ്ങൾ എന്തിനാ? താൻ പോയാ മതി. മാസ്റ്റർ അനന്തരവളല്ലേ? എനിക്ക് അവൾ മകളെ പോലെയാ. താൻ വേഗം പോയിട്ട് വാ. ഞാൻ ഫോൺ ചെയ്യാം. ഓ, എന്താ പേര്? ട്രീസ. ട്രീസ, ഇരിക്കൂ. ഇവിടെ ഇരിക്കൂ. വരൂ. എന്താ എന്റെ അടുത്തിരുന്നാൽ? നീ ഭാഗ്യവതിയാണ്. ശുപാർശയും കൊണ്ട് ഞാൻ എങ്ങും പോകണ്ട. വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയുണ്ട്. ഇത് മിസ്റ്റർ വർഗീസ്, IAS. ഇത് മിസ്റ്റർ സദാനന്ദൻ, PS. ഇത് മിസ്റ്റർ UP മേനോൻ. ആ, ഇദ്ദേഹം ഭയങ്കര ബിസിനസ്സുകാരനാണ്. ഇവരെല്ലാം നിന്നെ സഹായിക്കും. നീ മനസ്സ് വെച്ചാൽ. കുട്ടിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊക്കെ മനസ്സിലാവും. ആണ് ബുദ്ധിമതിയാണ്. നിന്റെ ചേട്ടനിപ്പ് വരില്ല. നിനക്ക് ജോലി വേണ്ടേ? വേണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എങ്ങനെയുണ്ട് കുട്ടി? ഒരബദ്ധം പറ്റി. വാട്ട് ഹാപ്പൻ? അവൾ മരിച്ചു. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു മന്ത്രി നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ പ്രസ്റ്റേജ് കൂടി നോക്കണമല്ലോ. അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വസഹോദരൻ മൃഗീയമായി കൊല ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. ബെസ്റ്റ് ഐഡിയ.
പോലീസ് നിങ്ങളിൽ ഈ 2 പേർ ഹാളിന്റെ ഓരോ ഡോറിലും നിൽക്കണം. ബാക്കിയുള്ളവർ മെയിൻ ഗേറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, യു കൻ ഗോ. സുധി, ഞാൻ എന്നെ യൂണിഫോമിലാണ് പ്രതീക്ഷിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ നമുക്ക് ഒരുമിച്ചാണ് കിട്ടിയത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അപ്പോ സീനിയോറിറ്റി എനിക്ക് തന്നെ. ദാറ്റ്സ് ഫെയ്റ്റ്. ഒരുപക്ഷെ ഈ വേഷം എനിക്ക് ഇണങ്ങില്ലായിരിക്കും. നീ ഇവിടെ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് മിസ്റ്റർ UP മേനോൻ. അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതാണ്. ഓ, അദ്ദേഹം വരുന്നുണ്ട്. നമുക്ക് പിന്നെ കാണാം. പ്ലീസ് കം. ഹലോ, നമസ്കാരം. നമസ്കാരം. വരൂ വരൂ. നമസ്കാരം. വരൂ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കൊല്ലം സ്വകാര്യ വ്യവസായ മേഖലയിൽ ഏറ്റവും അധികം കയറ്റുമതി നടത്തി 1ാം സ്ഥാനത്തെത്തിയ മിസ്റ്റർ തോമസ് ചെറിയാന്റെ നിര്യാണത്തിൽ ഈ യോഗം ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വർഷത്തെ കേരള സർക്കാരിന്റെ പുരസ്കാരം നേടി 1ാം സ്ഥാനത്തെത്തിയ മിസ്റ്റർ UP മേനോന് മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറുപടി പ്രസംഗത്തിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇവിടെ ഈ വേദിയിൽ വെച്ച് നൽകപ്പെട്ട സ്വീകരണത്തിന് ഹൃദയംഗമായ നന്ദി പറയുന്നതോടൊപ്പം ഗവൺമെന്റ് നൽകിയ ഈ പുരസ്കാരം എന്റെ മാത്രം പ്രവർത്തനത്തിൽ ലഭിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം ഈ രാജ്യത്തെ വ്യവസായ പ്രമുഖരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കൂടി ലഭിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വ്യവസായ പ്രമുഖനായ UP മേനോനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് പ്രതി സുധീന്ദ്രന് 5 വർഷം കഠിന തടവിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ജയിൽ ആദ്യമായിട്ടായിരിക്കും. ആട്ടെ, ജീവപര്യന്തമോ തൂക്കിലിടലോ? എന്നെ പിടികിട്ടിയില്ല അല്ലേ? എന്റെ പേര് ജോണി. കുറച്ചു നാളായിട്ട് പൊറുതി ഇവിടെ തന്നെ. ഒരു ജീവപര്യന്തം. ഇനി കുറച്ചു നാളേ ഉള്ളൂ കാലാവധി. ഒരു ഭാഗ്യക്കുറി വീണിട്ടുണ്ട്. മഹാത്മജിയുടെ ജന്മദിനത്തിന് വീണ നറുക്ക് എന്റേതാണ്. 2 വർഷം ശിക്ഷ ഇളവ് കിട്ടി. ഇനി പുറത്തു പോകാൻ കുറച്ചു നാളേ ഉള്ളൂ. ആട്ടെ, ആശാൻ ആരെയാ തട്ടിയത്? ഞാൻ ആരെയും കൊന്നില്ല. അതിന് ശ്രമിച്ചു. ശ്രമിച്ചോ? അപ്പൊ അതിന്റെ പേരിലായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. ആട്ടെ, പേരെന്തെന്നാ? സുധീന്ദ്രൻ. കൊള്ളാം. എന്നാൽ കേട്ടോ സുധീന്ദ്രൻ, ഇനി ഇങ്ങനെ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അവൻ എത്ര വലിയ പട്ടിയായാലും കൊന്നു കളയണം. ഇവിടെ ചാകേണ്ടവർ ഒന്നും രണ്ടുമല്ല. ആരാ? ഞാൻ താമരാക്ഷൻ. എന്തു വേണം? ഇവിടുത്തെ ഗീതക്കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാമെന്ന മാസ്റ്ററാ. എന്തോ? അകത്ത് പോ. അയ്യോ. എടാ പത്രോസേ, ഇങ്ങോട്ട്. എന്താണ്? ഇങ്ങോട്ട് വാടാ. എന്റെ പൊന്നു ജോണി, ഈ കള്ളപ്പരീക്ഷകൾ കേക്കെങ്കിലും എന്നെ സാറേന്ന് വിളി. സാറ് ഏത് വള്ളിക്കുടത്തിന്നാടാ? ഒന്ന് പതുക്കെ പറയണേ. നീ ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോ ചോദിച്ച എന്റെ തൊപ്പി തെറിപ്പിക്കുന്നാവും. ഒരു വീഡിയോ ഇങ്ങോട്ട് വേണം. എന്നാ ഇവിടെ ഇവനൊക്കെ ഇവിടെ വന്ന് കയറിയപ്പോ തുടങ്ങിയത് ശല്യമാണ്. നഷ്ടമാണ് കച്ചവടം. ശരിടാ, ഇതെങ്ങനെ സാധിച്ചു? അയാളെ നേരത്തെ പരിചയട്ടോ? ഉണ്ടോന്ന്? ഈ പത്രോസും ഞാനും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് അന്ന് പഠിത്തം നിർത്തി ജയിലിൽ കയറിയാന്. ശിക്ഷിച്ചിട്ടല്ല, വാർഡനായിട്ട്. ഏത് വകയിലാണെങ്കിലും ആള് ജയിലിൽ തന്നെ. ഇത് കൊരളെ. പിന്നെ ഇപ്പൊ ഇവിടെ ആരുമില്ല. ഞാനേ ഒരു സൂത്രം കാണിച്ചുതരാ. കൊല്ലും ഞാൻ. ശബ്ദിക്കരുത്. ഷെടാ, കൊല്ലും ഞാൻ. ജോണി, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. താൻ ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ പറഞ്ഞാൽ പിച്ചും പേയും, അല്ലാതെ പറഞ്ഞാൽ ഭ്രാന്ത്.
എന്നാലും ഞാനത് പറയും. ആ പട്ടികളെ ഞാൻ കൊല്ലും. ജോണി, അതെ, ഞാൻ ആരായിരുന്നുവെന്നും എങ്ങനെ ഇവിടെ വന്നുവെന്നും ശ്രുതിക്കറിയാമോ? ഞാൻ പറയാം. നിങ്ങൾ ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കണം. എന്റെ പെങ്ങളെ കൊന്ന് എന്നെ ജയിലിലാക്കിയ പിശാചികൾക്ക് ഇനിയും കൂടുതൽ ആയുസില്ല. അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ പേരെടുത്ത അത്ലറ്റാണ് സുധീന്ദ്രൻ. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. ഞങ്ങൾ സുധിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പിന്നെ നിനക്കും നാട്ടിൽ നല്ല പേരാണ്. താങ്ക് യു. ഇനി ഇങ്ങനെയൊന്നും നടന്നാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എന്റെ കാലം ഒന്ന് കഴിയും. പിന്നെ ബിസിനസ്സിൽ പങ്കാളിത്തം എനിക്കും ഉണ്ടെന്ന് കരുതി ഒന്ന് അന്വേഷിക്കാതിരിക്കരുത്. 50 ലക്ഷത്തിന് മുടക്കാണ്. ശരി, എല്ലാം താൻ നോക്കിയാ മതി. ഓക്കെ, കാണാം. ബൈ. വാട്ട് യു സേ? എന്റെ 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഇത് ബിസിനസ്സാണ്. ലാഭവും നഷ്ടവും കാണും. 5 ലക്ഷം ലാഭം കിട്ടിയപ്പോ താൻ കൈനീട്ടി വാങ്ങി. ഇപ്പോഴത്തെ 50 ലക്ഷത്തിന് നഷ്ടവും താൻ തന്നെ സഹിക്കണം. നോ, ഐ കാൺ ബിലീവ് ഇറ്റ്. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു. എങ്കിൽ അങ്ങനെ തന്നെ. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്റെ കയ്യിൽ റെക്കോർഡൊന്നുമില്ല. വിശ്വാസവഞ്ചനയ്ക്ക് ഒരു റെക്കോർഡും വേണ്ട. ഐ സേ യു ഗെറ്റ് ഔട്ട്. പോയി, എല്ലാം പോയി, എല്ലാം പോയി, എല്ലാം പോയി. ഞാനവരെ കൊല്ലും. UP മേനോനെ ഞാൻ കൊല്ലും. ഹീസ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. എന്നാൽ അവരെന്നെ ചീറ്റ് ചെയ്തു. എന്റെ 50 ലക്ഷം രൂപ. അയ്യോ, UP മേനോൻ, എന്റെ 50 ലക്ഷം രൂപ, എന്റെ 50 ലക്ഷം രൂപ. ഞാനവരെ കൊല്ലും. എന്റെ 50 ലക്ഷം രൂപ എല്ലാം പോയി പോലെ. UP മേനോൻ, നീ എന്റെ അച്ഛനെ വഞ്ചിച്ചു. അച്ഛൻ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. നിന്നെ ഞാൻ അനങ്ങിപ്പോകരുത്. ചുട്ടുകളയും ഞാൻ. പ്രതികാരത്തിനായി വരുന്നവരോട് ഞാൻ സംസാരിക്കാറില്ല. Get out. അച്ഛാ, പോകത്ത്. ഇല്ല, സുധിയേട്ടനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പ്ലീസ് സുധിയേട്ടാ, പുറത്തു പോകും. പ്ലീസ് സുധിയേട്ടാ. ഒരു ദിവസം ഞാൻ വരും നിന്റെ കണക്ക് തീർക്കാൻ. ജോണി, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വരൂ. എടാ ജോണി, കൊള്ളാമല്ല ചെറുക്ക്. എവിടെ നടിച്ച്? ചെല്ല് ചെല്ല്. സിസിലി, നമുക്കൊന്നു ചേരാൻ ഒരു ജീവപര്യന്തമല്ല, ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാനും ഞാൻ ഒരുക്കമാണ്. പക്ഷേ എന്റെ വീട്ടുകാരതിന് തയ്യാറല്ല ജോണിച്ചായ. എനിക്കിനി കുറച്ചു നാൾ കൂടെ ഉള്ളൂ. അതുവരെ നീ കാത്തിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ വീണ്ടും ഇവിടേക്ക് വരേണ്ടവനാണ്. ജോണിച്ചായ, നിനക്ക് നല്ലതേ വരൂ. ജോണിച്ചായില്ലാത്ത നന്മ എനിക്ക് വേണ്ട. ഞാൻ കാത്തിരിക്കും. സുധി, ഞാനൊരു
ദുഃഖവാർത്ത പറയാനാണ് വന്നത്. ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നിന്റെ അച്ഛൻ മരിച്ചു. അന്ത്യകർമ്മങ്ങൾക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കൺട്രോൾ റൂമിൽ വീട് വിളിക്കും. ഹലോ, അയച്ച് ഉടനെ സെർച്ച് ചെയ്യാം. നോ എക്സ്ക്യൂസ് മിസ്റ്റർ രാജശേഖരൻ, കുറ്റം നിങ്ങളുടേത് മാത്രമാണ്. സർ, ഡോണ്ട് ടോക്ക്. സുധീന്ദ്രനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണ്. അവൻ ചാടിപ്പോയത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. അയാൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു. സുധീന്ദ്രൻ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾ ഉണ്ടായിക്കൊടുത്തു എന്ന് വേണം ഊഹിക്കാൻ. സാർ, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമില്ല. 24 മണിക്കൂറിനുള്ളിൽ സുധീന്ദ്രൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. യെസ് സർ. യു ക്യാൻ ഗോ.
എന്റെ പുറകെ പോലീസുണ്ട്. വരൂ, അകത്തേക്ക് പോവാം. വേഗം വരൂ. വരൂ. ആ, പേടിക്കണ്ട, ഇത് എന്റെ ബെഡ്റൂമാണ്. ഇവിടെ ആരും വരില്ല. സുമേ, ഭയപ്പെടണ്ട, ഐ വിൽ മാനേജ് ഇറ്റ്. കം. എന്താണ് മിസ്റ്റർ രാജശേഖരൻ? ക്ഷമിക്കണം, ഞങ്ങൾക്ക് വേണ്ട ഒരു പ്രതി ഇവിടെ വന്ന് കയറിയെന്ന് തോന്നി. ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഓക്കെ, സോറി ഫോർ ദി ട്രബിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. സുധിയേട്ടൻ ജയിൽ ചാടി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനെ കൊല്ലാൻ. ക്ഷമിക്കണം, അച്ഛനെ വിടില്ല. നിൽക്കൂ. എവിടെ പോകുന്നു? നിങ്ങൾ ജയിൽ ചാടി വന്ന ആളാണ്. പുറത്ത് എവിടെ പോയാലും നിങ്ങൾ കൊളിക്കാനാവില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നിങ്ങളുടെ കാര്യമാണ്. ബുദ്ധിയുള്ളവർ ഒളിക്കുന്നത് ശത്രുവിന്റെ മൂക്കിന് കീഴെയാണ്. നീ പറയുന്നത്? നിങ്ങളെ പോലീസ് അന്വേഷിക്കാത്ത ഏക സ്ഥലം ഈ വീട് മാത്രമായിരിക്കും. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും എന്റെ മുറിയിൽ താമസിക്കാം. ഇവിടെ ആരും വരില്ല. എന്നെ വിശ്വാസമില്ല അല്ലേ? സുമേ, സുധിയേട്ടന് ഒരാപത്തും ഉണ്ടാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. What is the phones for fights? This is for fancy phones. This is the Food Corporation of India of Limited Kerala Broadcasting over America. ഒന്ന് നിൽക്കണേ. What is? മുതലാളി ഇവിടെ ഇല്ലേ? What you want? Who is that man spoke to me? What? UP മേന ഇവിടെ ഇല്ലെന്ന്. Yeah. എടാ, നീ ആ കൊട്ടണവാസു അല്ലേ? കൊട്ടണവാസു? ഏത് കൊട്ടണവാസു? പിന്നെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. എടാ, വേല കയ്യിലിരിക്കട്ടെ. പിന്നെ എന്തോന്ന് വേല? നീ ആ തെക്കേപ്പറമ്പുകാരുടെ തേങ്ങ പൊട്ടിച്ച് നാട്ടുകാരുണ്ടപ്പോ നാട് വിട്ടവരല്ലേ? എടാ എടാ കൊട്ടടേ. അല്ല എന്റെ പൊന്നി ചേട്ടാ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഒരു ഞാൻ വയറിന് വേണ്ടി ഞാൻ ഈ വേഷമൊക്കെ മാറി ഇങ്ങനെ നടക്കുകയാണ്. ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. ഓ ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനൊരിവിടെ ഇല്ല, അതല്ലേ, അതൊന്നും തോന്നരുത്. അപ്പൊ ഞാൻ വരട്ടെ. അങ്ങനെ ചേട്ടാ ഇനി ഒന്ന് ഒരു കാര്യം പറ. നമ്മുടെ പേരെന്താ? GS നായർ. ഓ, നമ്മൾ തമ്മിൽ പരിചയമുണ്ട്, പക്ഷെ ഞാൻ അറിയില്ല. അങ്ങനെ ആവട്ടെ. അയ്യോ, ഇനി ഞാൻ ആരെയാണാവോ കണിയേണ്ടത്? ദൈവമേ, ഇങ്ങനെ ബഹളം വെച്ചാ മറ്റുള്ളവരറിയും. ഞാൻ കോളേജിൽ പോവുകയാണ്. വരുമ്പോ ബാൻഡേഡ് വാങ്ങിട്ട് വരാം. ആ, ഈ മുറിന്ന് പുറത്തിറങ്ങരുത്. ഞാൻ വിളിക്കുമ്പോൾ കഥവ് തുറന്നാ മതി. പുറത്ത് പൂട്ടിക്കൊള്ളാം. എന്ത് പറഞ്ഞാലും ഒരു മൂളൽ. സംസാരിക്കാം. പിന്നെ അവസാനമായ ഒരു ചോദ്യം കൂടി. ഓഫ് കോഴ്സ്. അങ്ങയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ജയിൽ ചാടിയതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പത്രക്കാരുടെ മാത്രം ചോദ്യമല്ല, പൊതുജനങ്ങളും ചോദിക്കുന്നു. ഒരു പ്രതി ചാടിപ്പോയതിനല്ല ഇവിടെ പ്രാധാന്യം, അവനെ ഇനിയും പിടിക്കാൻ നമ്മുടെ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ നീതി നടത്തിപ്പിന്റെ തകരാറിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും എന്റെ തലയ്ക്ക് മേൽ ശത്രുവിന്റെ വാൾ തൂങ്ങിക്കിടക്കും. സാർ, ഞാൻ ഇന്നും ഭയത്തിന്റെ നിലയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഈ രാജ്യത്തെ സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ഒരു വ്യവസായിയാണ്. അവൻ പുറത്തു നിൽക്കുന്ന ഏത് നിമിഷവും എനിക്കെന്ത് സംഭവിക്കാം. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, നിയമം അതിന്റെ കടമ നിർവഹിച്ചോളൂ. എന്ത്? ഞാൻ എന്റെ ആത്മരക്ഷയ്ക്കെടുക്കുന്ന ചില നടപടികൾ
നിങ്ങളിൽ ചിലരുടെ ഉദ്യോഗത്തെ ബാധിച്ചേക്കാം. ഈ രക്തഹാരത്തിന് സഖാവ് അറിയാനാണ്. തീർച്ചയായും. പക്ഷേ ഇതെന്നെ അണിയിക്കാനുള്ള നിന്റെ അർഹത എനിക്ക് മനസ്സിലായില്ല. സഖാവ് ആകെ മാറിയിരിക്കുന്നു. സ്വയം മാറിയവർക്ക് അങ്ങനെ തോന്നാം. ഇവിടെ വകയില്ലാത്തത് പാർട്ടി ഓഫീസിനും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാത്രമാണ്. പിരിവെടുത്ത പണത്തിന് ഓല വാങ്ങി കെട്ടിമേഞ്ഞ വീടായിരുന്നു നിന്റേത്. ആ വീടിന്ന് ഒരു ഇരുനില മാളികയായത് നീ എന്ത് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടാണ്? യൂണിയൻ നേതാവ് പണി ഒരു ഉദ്യോഗമല്ല, അതൊരു സേവനമാണ്. കള്ളപ്പിരിവും കൈക്കൂലിയും എല്ലാ നേതാക്കളെയും ഒരേ വർഗമാക്കി. ഇനി ഞാൻ നിങ്ങളോടൊപ്പമില്ല. എന്റെ വഴി വേറെയാണ്. നമുക്കിവിടെ വെച്ച് പിരിയാം. എന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. നിന്നെ അറിയിക്കാൻ പറ്റിയില്ല. അല്ല, നീ അപ്പൊ അകത്തായിരുന്നല്ല. പെണ്ണിനൊരു നാണം. അല്ല, ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അപ്പൊ ഞങ്ങൾ വരട്ടെ. വാ, വേം പാടി. കഴിവരുടെ മോനാണ് കേട്ടോ. പെങ്ങളെയും കൊന്ന് അകത്ത് വന്നു. കൂടെ പഠിച്ചവനാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഞാൻ ചില സഹായമൊക്കെ ചെയ്തു കൊടുത്തു. നാശം, ശല്യം ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി.
ഇതാ നിന്റെ കൂലി. റിട്ടയർഡ് DSP സദാനന്ദന്റെ വീട് ഏതാണ്? ഞാൻ കാണുന്നതാ.
എടാ, എന്നെ നീ ഓർക്കുന്നുണ്ടോ? നീയും കൂട്ടുകാരും ബലാത്സംഗം ചെയ്തു വന്ന ട്രീസയുടെ സഹോദരൻ ജോണി ജയിലിൽ നിന്നും വരുന്നു നിന്നെ കൊല്ലാൻ. നീ ഒരിക്കലും പച്ചയായിട്ട് മരിക്കണ്ട. ഇത് കുടിക്കേ. വേണ്ട, ഞാൻ ആവശ്യത്തിന് കുടിച്ചിട്ടുണ്ട്. അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. കുടിക്ക്. വേണ്ട. തന്റെ പേര് ജോണി എന്നല്ലേ? അതെ. ഈയിടെ പുറത്തു വന്നേ ഉള്ളൂ അല്ലേ? അതെ. ഇങ്ങനെ റോഡിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് വീണ്ടും അകത്തു പോയാണോ? ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടവനെ സംശയത്തിന്റെ പേരിൽ പിന്തുടരുന്നത് നമ്മുടെ പോലീസിന്റെ സ്വഭാവമാണ്. തീർച്ചയായും പോലീസിന്റെ കണ്ണ് എപ്പോഴും കുറ്റവാളികളുടെ പിന്നിലുണ്ട്. നിങ്ങളുടെ കണ്ണ് നിരപരാധികളുടെ പിന്നിലാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്. നീയൊക്കെ വെറും പട്ടികളാണോടാ? ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ എന്റെ ലക്ഷങ്ങളാണ് ഒഴുകിയത്. എന്റെ ആളുകളാണ് കഷ്ടപ്പെട്ടത്. ഞങ്ങൾക്കത് അറിയാം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചെയ്യേണ്ടതോ? ഈ പട്ടണത്തിന്റെ ഹൃദയത്തിലെ പുഴുക്കുത്താണ ചേരി പ്രദേശം. അതെന്റെ ഭൂമിയാണ്. അവിടെ കുടികിടക്കുന്ന ദരിദ്രവാസികളെ നിങ്ങൾ ഒഴിപ്പിക്കണം. ഞങ്ങളുടെ അധികാരത്തിന് ചില പരിധികളുണ്ട്. മണ്ണാങ്കട്ട. അതിനെ ധിക്കരിക്കാനുള്ള ശക്തി ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. 500-ലേറെ വീട്ടുകാർ അവിടെയുണ്ട്. അവർ സംഘടിച്ചരിച്ചാൽ നെല്ലിയൊക്കെ തല പോകും. ആ പട്ടികൾക്ക് കുറെ പുറമ്പോക്ക് പറിച്ചു കൊടുക്കും. 100-200 രൂപയും. അതിനൊരു കാരണം പറയണ്ടേ? നഗര വികസനം അത് തന്നെ കാരണം. മറ്റെല്ലാം ഞാൻ ഏറ്റു. സർക്കാരിന്റെ അംഗീകാരവും. യു അണ്ടർസ്റ്റാൻഡ്?
ഞങ്ങളതിന് ശ്രമിക്കാം. പരിശ്രമമല്ല, നടപ്പാക്കണം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ഭരണം കഴിഞ്ഞു. നിൽക്കൂ. മുൻ മന്ത്രി വേലായുധന്റെ വീട് ഇവിടെ എവിടെയാണ്? ദേ ഈ വളവ് തിരിഞ്ഞ 4ാമത്തെ വീടാണ്. ആ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പില്ല. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. വർഷങ്ങൾക്ക് മുമ്പ് നീ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പാവം പെണ്ണിനെ കൂട്ടുകാരുമൊത്ത് ബലാത്സംഗം ചെയ്തു കൊന്നു ഓർക്കുന്നുണ്ടോ? ആ കൊലക്കുറ്റ ചുമത്തി നീ ജയിലിൽ തള്ളിയ ആളാണ് ഞാൻ, ജോണി. നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഡോക്ടറെ 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 ഗീതമോക്ക് എന്താ അസുഖം? നിങ്ങൾ ഭയപ്പെടുന്ന ഒരു രോഗവും കുട്ടിക്കില്ല. പിന്നെ അവൾ ഗർഭിണിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവമേ, എന്റെ മൂക്ക് ചതവ് പറ്റിയല്ലോ. ഏത് കഴിവുകളുടെ മോനാണാവോ? ജാലം ചെയ്യാമൽ സ്വാമിയേ. എടാ ബഹുമാനൊക്കെ പോയാ? എടാ നിൽക്കാം അവിടെ. നിന്നോട് നിൽക്കാനാ അവിടെ പറഞ്ഞു. പിന്നെ എടാ എടാ നിന്നെന്തിനാണ് അവിടെ നിയമിച്ചത്? നിന്നെന്തിനാണ് അവിടെ നിയമിച്ചത്? ഗീതയുടെ നൃത്താഭ്യാസത്തിന് അത് നിന്റെ അഭ്യാസം പഠിപ്പിക്കാൻ. എടാ ഗീത ഗർഭിണിയാണ്. ആ, അപ്പൊ ഞാനും ആണ് തന്നെ. മുതലാളി അറിഞ്ഞ നിന്റെ എന്റെയും തല പോവും. എനിക്കതൊരു പ്രശ്നമല്ല. പ്രശ്നമല്ല. അല്ല പ്രശ്നമില്ലെന്ന്. അല്ല, എന്നെ കൊന്നോ? പക്ഷെ വേറൊരു കാര്യം, ഗീതയുടെ കുഞ്ഞിന് തന്തയില്ലാതാവും. അത് ഓർമ്മ വേണം. മനസ്സിലായോ? ആ ചേരി ഒഴിപ്പിക്കാനുള്ള തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ പാസ്സാക്കി. ഗുഡ്. ഞാനിതൊക്കെ ചെയ്യിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവിടെ ഒരു ഷോപ്പിംഗ് സെന്ററും 5 നക്ഷത്ര ഹോട്ടലും സിനിമാ തിയേറ്ററും ഉണ്ടാക്കാൻ. നിങ്ങളാരും എന്നെ ചുമ്മാ സഹിക്കണ്ട. നിങ്ങളുടെ പങ്ക് വീട്ടിലെത്തും. അത് ഞങ്ങൾക്കറിയാം. ഇതുവരെയായിട്ടും പല്ല് വെച്ച് കഴിഞ്ഞല്ലേ? നീ കാപ്പി എടുത്തു. ഞാൻ നാട്ടിലൊക്കെ തുള്ളിക്കൊണ്ടുവരുന്ന കാശ് ഇവരുടെ ആങ്ങളമാർക്ക് തുള്ളാൻ കൊടുത്തിരിക്കുന്നു. വെച്ചേക്കാമോ? നിങ്ങളിങ്ങനെ തുടങ്ങി ആരോഗ്യത്തുള്ളവർക്ക് താമസിക്കണ്ടേ? നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓടി ചേട്ടാ, ഈ പത്രത്തിൽ വാർത്ത ഉണ്ടോ? എന്ത് വാർത്ത? ഇതൊന്ന് വായിച്ചേ. നമ്മുടെ ചേരി ഒഴിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ഒരുത്തിനെ ഒഴിപ്പിക്കാൻ വരില്ല. കോർപ്പറേഷൻ തീരുമാനമാണ്. അല്ലടാ, ആ പട്ടികളെ ഭരിക്കുന്നവന്റെ തീരുമാനമാണ്. നമുക്ക് അയാളെ കാണേണ്ടത്. ദേവിക, എന്റെ ഷർട്ടും എടുത്തേ. വാ. അതില്ല, അവിടെ നില്ലേ. എങ്ങോട്ടാ? ഞങ്ങൾക്ക് മുതലാളി ഒന്ന് കാണണം. എന്തിനാ? അതങ്ങേരോട് പറഞ്ഞോളാം.
മാറ്. എന്തിനാണോ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി ചെല്ലിട്ടുള്ള ചന്തയാ? മനസ്സിലായില്ലേ? ഒരാൾ പോയാൽ മതി. ആരാണ് അങ്ങോട്ട് അത് കൊടുത്ത് തലവൻ ആരാ തല? ആ എന്നാ പോയിക്കോ, പോ 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 പോ. പോടാ പുറത്ത്. താടിയും കൊമ്പ് കടന്നു പുറത്ത്. മുതലാളി, ആര്? എന്റെ പേര് രാമകൃഷ്ണൻ. എന്ത് വേണം? ചേരി ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു എന്ന് കേട്ടു. കോർപ്പറേഷനാണ് തീരുമാനിച്ചത്. അതിന് നിങ്ങൾ എന്നെ കണ്ടിട്ടാണ് കാര്യം. ആ തീരുമാനത്തിന് പിന്നിൽ മുതലാളിയാണെന്ന് അറിയാവുന്നതുകൊണ്ട്. ഓഹോ, അതുകൊണ്ട് ചേരിക്കാരെ എല്ലാം കൂട്ടി എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതി അല്ലേ? അല്ല, ഞങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിയണമെന്ന് പറയാനാണ് വന്നത്. നിങ്ങളുടെ പ്രയാസം കാണാതിരിക്കാൻ ഞാൻ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടപ്പെടും. ഞങ്ങൾ പാവങ്ങളാണ്, വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകണമെന്നാണ്? കാലന്റെ വായിൽ എവിടെ പോയാൽ എനിക്കെന്താ? എങ്കിൽ ഒന്ന് മനസ്സിലായിക്കോ, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഒഴിയാൻ തയ്യാറല്ല. ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾക്ക് അവിടെ കടക്കാനും സാധ്യമല്ല. ഞാൻ ശവത്തിൽ ചവിട്ടാറില്ല. എന്റെ ബുൾഡോസർ നിങ്ങളെ ജീവനോടെ ചതച്ചരിക്കും. അത്രയ്ക്ക് തന്റെ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഒന്ന് ഞാൻ പറയാം, കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ആ, അത് നമുക്ക് അപ്പൊ കാണാം. കാണാം. എന്തോ എന്നോട് പറയാനുണ്ട് അല്ലേ? അതെ. പിന്നെ എന്തിനു പറയാൻ പഠിക്കുന്നു? വന്നു കയറിയപ്പോ നീയും ഈ വീടും എനിക്ക് ഭയമായിരുന്നു. പക്ഷേ ഇന്ന് നിന്നെ ഞാൻ വിട്ടുപോകുമ്പോ ഞാനൊരു ബാധ്യതയും ഈ വീടൊരു കൊലക്കളവുമാവുമല്ലോ. ഒരു ശത്രുവിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ അർപ്പിക്കുമ്പോൾ 1000 മിത്രങ്ങൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അയാൾ അറിയുന്നില്ല. സുമേ, നീ എന്നെ മനസ്സിലാക്കിയില്ല. എന്നായാലും ഒരിക്കൽ ഞാനിവിടെ നിന്ന് പോണം. അതിനു മുൻപ് എനിക്ക് എന്റെ ലക്ഷ്യം നിറവേറ്റണം. ഇനി താമസിച്ചു വേണം. എനിക്ക് അപേക്ഷിക്കാനേ കഴിയും. നിശ്ചയിക്കേണ്ട ചേട്ടനാണ്. വാ വാ ചേട്ടാ. മോളെ, എന്താ വാ ചേട്ടാ, എന്തിനാ പേടിക്കുന്നേ? എന്റെ പൊന്നു ഉറപ്പേട്ടാ, ഞങ്ങൾ അനുഗ്രഹിക്കണം. ഒരാൾ വരുന്നവരുള്ളൊരു ജീവിതമേ എനിക്കുള്ളൂ. അതുവരെ ഒരു സ്മോൾ അനുഗ്രഹം എന്നാലും അവിടെ സൂക്ഷി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഡാൻസ് ക്ലാസിന്റെ ഫലമായിട്ട് ഇതൊക്കെ ബുദ്ധി വളർന്നു. ഒപ്പം ഒരു ചെറിയ സ്നേഹവും. അവളെനിക്ക് തോറ്റ വേലയാ ഈ കാണുന്ന സാധനം. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യം. എന്നാൽ ഇവിടെ വിളിച്ചോട് സ്ഥലം കിട്ടോ? വേണ്ട, അവരിവിടെ താമസിക്കും. അമ്മാവ, പണം ഉണ്ടാക്കാനും മറ്റുള്ളവരെ തോൽപ്പിക്കാനുമുള്ള ശ്രമത്തിൽ അച്ഛൻ എന്നെയും ചേച്ചിയും മറന്നുപോയി. അമ്മാവനെങ്കിലും അവരെ അനുഗ്രഹിക്കും. വരൂ ചേച്ചി. ഈശ്വര,
ജീവിതം അറിഞ്ഞാൽ എന്റെ എച്ചിൽ നിന്ന് നടക്കുന്ന പട്ടി നിന്നെ ഞാൻ അടിക്കും, ഇനി അടിക്കും. എനിക്കതിന് ദുഃഖമില്ല, കാരണം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ജീവിക്കാൻ മറന്നു പോയതാണ് ഞാൻ. എനിക്കിത് വേണം. നീ നിന്ന് പുറമ്പെന്ന ആൾക്കാർ എന്റെ മകളെ ഞാൻ അറിയാതെ വിവാഹം ചെയ്തു കൊടുത്തു. നീ അനുഗ്രഹിച്ചിരിക്കും. അനുഗ്രഹിച്ചതിന്റെ കുറ്റം ഞാൻ എടുക്കാം. ഒരു അവീത സന്താനം ഈ വീട്ടിൽ പറക്കരുത്. അമ്മയില്ലാത്ത അവർ എങ്ങനെ വളർത്തുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പ്രായപൂർത്തിയായ അവരുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഞാൻ അവരെ വളർത്തിപ്പോയി. എന്റെ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിച്ചു. ഇറങ്ങണതായ ഒരു എനിക്ക് ഈ വീട്ടിൽ ഇടവില്ലെന്നറിയാം. അതിനു മുമ്പ് ഒരപേക്ഷ, ഇത് മൂന്ന് ചെയ്തത് തെറ്റായിരിക്കും. ദയവായി അങ്ങനെ സഹിക്കും. അമ്മാവനോട് പോന്നു. അമ്മ പോവാണ് മോളെ. എവിടേക്ക്? എങ്ങോട്ടെന്നറി ഇതുവരെ അമ്മാവന്റെ ലോകം ഈ വീടും നിങ്ങളായിരുന്നു. ഇല്ല, അമ്മാവനെ ഞാൻ വിടില്ല. അമ്മാവനെ തടയരുത് മോളെ. നിങ്ങളല്ലാതെ അമ്മാവൻ ജീവിക്കാൻ കഴിയും. പക്ഷെ ഇനി ഞാനിവിടെ നിൽക്കില്ല. അമ്മാവ് വരും, മോളെ കാണാൻ അമ്മാവ് വരും. വളരെ കാലത്തിന് ശേഷം ഒരു ഒഴിവ് ദിവസം കിട്ടിയതാണ്. ഒഴിവ് ദിവസം ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്യും, ചേട്ടൻ പോവുകയും ചെയ്യും. മോളെ, ഇവിടെ കുറെ അലവരാതി മന്ത്രിമാരും അവർ മുൻകൂട്ടി ഒരു പ്രോഗ്രാം അറിയിക്കും. നമ്മളൊന്ന് തൊട്ടുനിന്നിരിക്കുമ്പോഴായിരിക്കും ഈ റാസ്കൽസിന്റെ ആറ്റ വരുന്നത്. എന്തായാലും ഇന്ന് ഞാൻ വിടില്ല. ഇന്ന് മന്ത്രിയല്ല, അവന്റെ തന്ത വന്നാലും നിന്നെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ആരാണെന്ന് പോയി നോക്ക്.
ഓടിപ്പോരുത്. എന്നെ മനസ്സിലായോ? കുറ്റാലം ടിവിയിൽ മന്ത്രിയുമത്ത് ഒരു പാവപ്പെട്ട യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്നില്ലേ ടീസ? അവളുടെ സഹോദരൻ ജോണി ജയിലിൽ നിന്നും വരുന്നു. ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഭാര്യയെ നിന്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ. എന്റെ പൊന്നു പെങ്ങളും നിനക്ക് കൂടുതൽ കേണപേക്ഷ. ഒരുത്തനോടല്ല, 4 പേരോട്. എന്നിട്ട് ഇതിനവളെ നശിപ്പിച്ചു, കൊന്നു. അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ ഭർത്താവിനെ പോലെ ഒരു മൃഗമല്ലല്ലോ. പക്ഷേ ഒന്നും ഞാൻ ചെയ്യും. അത് ആ ചേരി പ്രദേശത്തെ പലചരക്ക് കട എന്റേതാണ്. അതെ, അവിടെ കാളിക്ഷേത്രത്തെ ഉത്സവത്തിന് വിൽക്കുന്ന പലചരക്ക് സാധനങ്ങൾ ഞാൻ സപ്ലൈ ചെയ്തായിരിക്കണം. അത് മുതലാളി പറയുന്നതനുസരിച്ചാ മതി. എനിക്ക് ആവശ്യമുള്ളത് പ്രഭലയായി വാഴുന്ന ദേവി, പ്രഭലയായി വാഴുന്ന ദേവി, കരളിൻ മണ്ഡലത്തിൽ പൊങ്കാലയുമായി കടമീതൻ കതിരണിയാൻ തിരുനടയിൽ വന്നു ഞങ്ങൾ. പ്രഭലയായി വാഴുന്ന ദേവി, പ്രഭലയായി വാഴുന്ന ദേവി, കരളിൻ മണ്ഡലത്തിൽ പൊങ്കാലയുമായി കടമീതൻ കതിരണിയാൻ തിരുനടയിൽ വന്നു ഞങ്ങൾ. വരദയായി വാഴുന്ന ദേവി, അസുരരെ കൊല്ലാനായി അവതരിക്കുന്നു നീ, അവനിൽ ധർമ്മത്തിൻ തെളിവ് പോലെ. അസുരരെ കൊല്ലാനായി അവതരിക്കുന്നു നീ, അവനിൽ ധർമ്മത്തിൻ തെളിവ് പോലെ. കരുണയ്ക്കും മഹിമയ്ക്കും കേദാരമായെന്നും ലോകങ്ങൾ കാക്കും കൗശികേ. വരദയായി വാഴുന്ന ദേവി, പ്രഭലയായി വാഴുന്ന ദേവി, കരളിൻ മണ്ഡലത്തിൽ പൊങ്കാലയുമായി കടമീത്തൻ കതിരണിയാൻ തിരുനടയിൽ വന്നു ഞങ്ങൾ. വരദയായി വാഴുന്ന ദേവി.
നന്മയ്ക്കായി പുലരുകയല്ലോ നീ ഇരുളിന്റെ ലോകത്തിൽ ഉഷസ് പോലെ. പലവിധ നന്മയ്ക്കായി പുലരുകയല്ലോ നീ ഇരുളിന്റെ ലോകത്തിൽ ഉഷസ് പോലെ. അഗതിക്കും അടിമയ്ക്കും ആശ്വാസമായെന്നും ആലംബമേകും ഈശ്വരിയേ. വരദയായി വാഴുന്ന ദേവി, പ്രബലയായി വാഴുന്ന ദേവി, കരളിൻ മൺകലത്തിൽ പൊങ്കാലയുമായി കടവിതൻ കതിരണിയാൻ ഇരുനടയിൽ വന്നു ഞങ്ങൾ. വരദയായി വാഴുന്ന ദേവി, പ്രബലയായി വാഴുന്ന ദേവി, വിമലേ ലളിതേ ഗിരിജേ നിരജേ ജയതേ. ഉണ്ണി, ദേവി കോപിച്ചിരിക്കുന്നു. ഗുരുതി നടത്തണം. അടുത്ത വർഷം നടത്താം. രാജശേഖരൻ സാർ, എല്ലാ വീടും പരിശോധിച്ച് എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് ഉടൻ റിപ്പോർട്ട് റെഡിയാക്കണം. യെസ് സാർ. കമാൺ, ഹരി അപ്പ്. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്ക്. കാരണം എല്ലാവരും കഴിഞ്ഞ ദിവസം എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും? ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നലെ ഉത്സവമായിരുന്നു സർ. അവിടെ ഉണ്ടാക്കിയ പായസം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഓഹോ. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളിൽ നീ എന്തിനു വിഷം ചേർത്തു? പറയാൻ പറ്റി. നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ പൊന്നു ചേട്ടാ, ഞാനല്ല വിഷം ചേർത്തത്. പിന്നാരടാ? പറയാം, ഞാനെല്ലാം പറയാം. അന്ന് വിറ്റ പലചരക്ക് സാധനങ്ങളെല്ലാം UP മേനോനാണ് സപ്ലൈ ചെയ്തത്. ഞാൻ ശവത്തിൽ ചവിട്ടാറില്ല. എന്റെ ബുൾഡോസർ നിങ്ങൾ ജീവനോടെ ചതയ്ക്കായി. പ്രതികാരദാഹമെല്ലാം തീർന്നു.
ഉറങ്ങിയോ? എന്താ പറഞ്ഞ്? പ്രതികാരദാഹമെല്ലാം കെട്ടടങ്ങിയോന്ന്. കിടന്നുറങ്ങാൻ നോക്ക്. ഞങ്ങൾക്ക് വിട്ടുതരിക. യുപി മേനെ ഞങ്ങൾക്ക് വിട്ടുതരിക. യുപി മേനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഒരേ സീറ്റ് കളിക്കുക. ഇൻക്ലാബ് 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 സിന്ദാബാദ്. പ്രതീക്ഷിച്ചില്ലല്ലേ? മരണം ആരും പ്രതീക്ഷിക്കാറില്ലല്ലോ. ഇത് നിന്റേതാണ്. ഇന്ന് നിന്നെ കൊല്ലുന്നതും ഇതുകൊണ്ട് തന്നെ. ഇവൻ എന്റെ ഇരയാണ്. ഇവനെ എനിക്ക് വിട്ടുതരോ? ഇല്ല, ഇവനെ ഞാൻ വിട്ടുതരില്ല. ഇവനെ കൊല്ലാനാണ് ഞാൻ ഇവരെ ജീവിച്ചത്. എന്റെ അച്ഛനെ കൊല്ലരുത് പ്ലീസ് സുധിയേട്ടാ. പ്ലീസ് പ്ലീസ് സുധിയേട്ടാ. യുപി മെന്നെ ഞങ്ങൾക്ക് വിട്ടുതരിക. യുപി മെന്നെ ശിക്ഷിക്കുക. യുപി മെന്നെ വിട്ടുതരിക. നിങ്ങൾക്ക് എന്തോ വേണം? യുപി മെന്നെ കാണണം. ഇപ്പൊ പറ്റില്ല. ചാവ് ചാവ് ചാവ്. ബാബുറേ
നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളുടെ ചേരിയിൽ ആയിരക്കണക്കിന് ആളുകളെ അയാൾ കൊന്നത്. അവന്റെ ജീവനെടുക്കാൻ ഞങ്ങൾ അടങ്ങില്ല. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. മേനോൻ കുറ്റക്കാരനാണ്. അയാൾ നിയമത്തിന് വിട്ടു തരൂ. നിങ്ങളുടെ നിയമം ഞങ്ങൾക്ക് ആവശ്യമില്ല. അവന്റെ ജീവനാണ് ഞങ്ങൾക്ക് ആവശ്യം. ലഹള ഉണ്ടാക്കാതിരിക്കും. മേനോൻ രക്ഷപ്പെടില്ല. അല്പം താമസിച്ചിട്ടാണെങ്കിലും നിയമം അതിന്റെ കർത്തവ്യം നിറവേറ്റും. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകും. മേനോനെ രക്ഷിക്കാനുള്ള പുതിയ അടവാണിത്. മേനോൻ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. മേനോൻ അയാളെ കൊല ചെയ്തു. അയാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അയാളെ ഫോളോ ചെയ്യാണ്. സുരേന്ദ്രന്റെ അകത്തുണ്ട്. സാർ അയാളെ അറസ്റ്റ് ചെയ്യണം. അറിയാം. രണ്ടുപേരും എന്റെ കൂടെ വരൂ. വായ്പയുള്ള ആളേക്ക് പോകൂ. ചിന്തയില്ലാതെ നിൽക്കുന്ന കൊണ്ട് സാർ. അവൻ